ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫുട്ബോൾ കണക്ട് റിലീസായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 11 മിനിറ്റ് ഉള്ളായിരുന്നു ആ ഒരു ഈ ഫുട്ബോൾ കണക്ട് ഇവൻറ്റ്. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. മെയിനായിട്ട് നമ്മുടെ ട്രഷർ ലിങ്കും ലെജൻഡ് ആൻഡ് അസംബിൾ പാക്കിൻ്റെ കാര്യവും അടുത്ത വെർഷനിലേക്ക് വരുമ്പോൾ കുറച്ച് മാറ്റം വരുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഒരു പുതിയ ഗെയിം സ്റ്റൈലിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം പറഞ്ഞത് ട്രഷർ ലിങ്കിൻ്റെ കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇവൻ്റൊക്കെ വന്ന പോലെ തന്നെ 3 ലെവൽസ് ഓഫ് റിവാർഡ്സാണ് നമുക്കുള്ളത്. ഒന്ന് ബേസിക്കാണ്, 2 ബിഗ് വിന്നറാണ്, 3ാമത്തെ സ്പെഷ്യലാണ്. അപ്പോൾ സ്പെഷ്യൽ കിട്ടുമ്പോൾ ഫുൾ ഫ്രീ സ്പിന്നുള്ള കാര്യങ്ങളായിരിക്കും. ബിഗ് വിന്നർ ആകുമ്പോൾ കുറച്ച് കോയിൻസും ബാക്കിയുള്ള ടോക്കൻസൊക്കെ മിക്സ്ഡ് ആയിട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. ബേസിക് ആകുമ്പോൾ ഫ്രീ സ്പിൻസ് ഒന്നും ഇൻബിൽഡ് ഉണ്ടാവില്ല. ലൈൻ റിവാർഡ്സും ഈ ക്രോസ് റിവാർഡ്സൊക്കെ ഉണ്ടാവും. അല്ലാതെ ഈ ഒരു സിംഗിൾ ഒരു സെല്ല് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം നമുക്ക് ഫ്രീ സ്പിന് കിട്ടില്ല. അപ്പോൾ ഈ രീതിക്കാണ് 3 ടൈപ്പ് റിവാർഡ്സ് ഉള്ളത്. അപ്പോൾ ബിഗ് വിന്നറാണ് കിട്ടുന്നതെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സന്തോഷമായിരിക്കും. കാരണം എനിക്ക് ഈ പ്രാവശ്യത്തെ പാക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പാക്ക് ഇപ്പോൾ കാണിച്ചു കേട്ടോ. ബിഗ് വിന്നർ കുറച്ച് കോയിൻസ് എങ്കിലും എക്സ്ട്രാ കിട്ടുന്നുണ്ടല്ലോ. ഫ്രീ സ്പിൻ അത്ര കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പാക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഡബിൾ ബൂസ്റ്ററായിട്ട് ആകെ ഉള്ളത് റിയോ ഫെർഡിനാൻഡാണ് വിത്ത് ദാറ്റ് എന്തായിരുന്നു ഏരിയൽ ഫോർട്ട് സ്കില്ല്. അതുപോലെ യാൻ കൊള്ളറുണ്ട്, കാലസ് പ്രിയോള്, വെസ്ലി സ്നൈഡർ, വാൻ ബാസ്റ്റൻ. ഇതിൽ റിയോ ഫെർഡിനാൻഡ് വെച്ച് ബാക്കിയുള്ളവരൊക്കെ പഴയ ഏതോ കാലത്തെ സിംഗിൾ ബൂസ്റ്റർ കാർഡ്സാണ്. അത് തന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോമഡി. അതായത് പോയോളിൽ ഓൾറെഡി നല്ലൊരു പെയ്ഡ് കാർഡ് ഉണ്ട്. സ്നൈഡറിന് നല്ലൊരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ, കുറേ അടിപൊളി ഇതിനെക്കാട്ടിലും സാധനങ്ങളും സ്പീഡൊക്കെ ഉള്ള ഒരു കാർഡ് എൻ്റെ അടുത്തുണ്ട്, സിംഗിൾ ബൂസ്റ്റർ തന്നെ. അതുപോലെ ഇത് ഹോൾ പ്ലെയർ ആണ്, അത് വ്യത്യാസമുണ്ട്, പക്ഷേ സ്റ്റിൽ അടിപൊളി കാർഡാണത്. അതുപോലെ വാൻ ബാസ്റ്റന് ഗോൾ പോസ്റ്റർ കാർഡ് എൻ്റെ അടുത്തുണ്ട്. പണ്ട് നമുക്ക് ഫ്രീ എന്ന ഒരു ബൂസ്റ്റർ ഇല്ലാത്ത കാർഡ്, പക്ഷേ സ്റ്റിൽ ഇത് കുറച്ചുകൂടി ബെറ്റർ കാർഡാണ് സ്റ്റാറ്റ്സ് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്, അത് വ്യത്യാസം 103 റേറ്റിംഗ് ഒക്കെ പോകും. അപ്പോൾ നല്ല കാർഡ് തന്നെയാണ്, ഇത് കിട്ടാൻ കുഴപ്പമൊന്നുമില്ല പറയുന്നില്ല. പക്ഷേ ഇതിലേക്ക് ആരെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കണക്കാം. ഓൾറെഡി ഇഷ്ടംപോലെ പ്ലേസ് എനിക്ക് വാരിക്കവർ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കിൽ ഞാൻ ടാർഗറ്റ് വരുന്ന ഒന്നാമത് റിയോ ഫെർഡിനാൻഡ് ഓഫ് കോഴ്സ് ഈ ട്രൈ ചെയ്യണമെന്നുണ്ട്. കൊള്ളർ ഓൾറെഡി ലെജൻഡ് ഉണ്ട്, അത് വെച്ചാൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടിയാൽ കുറച്ചും ബെറ്റർ ആയിരിക്കും, എപ്പിക്കാണല്ലോ, അതൊക്കെയാണ്. പുയോൾ ഒരിക്കലും വേണ്ട, നല്ലൊരു പെയ്ഡ് കാർഡ് എടുത്തിട്ടുണ്ട് സ്പെയിനിൻ്റെ. സ്നൈഡർ വേണ്ട, നല്ലൊരു കാർഡുണ്ട്. വാൻ ബാസ്റ്റൻ കിട്ടിയാലും കിട്ടിയാലും കണക്കാക്കിയാൽ കുഴപ്പമില്ല. എന്തായാലും ഇറ്റാലിയൻ ഇവൻറ്റ്സൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിക്കാണ് എൻ്റെ കാര്യം പറയാനുള്ളത്. നിങ്ങൾക്ക് ആരും ടാർഗറ്റൊക്കെ പറയട്ടോ. ട്രഷർ ലിങ്ക് പറഞ്ഞിട്ട് കൊണ്ടുവന്ന സാധനം അടിപൊളിയാണ്, കോനാമി കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാം. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ലെജൻഡ്സ് അസംബിൾ പാക്കാണ്. അപ്പോൾ അതിൽ ഓൾറെഡി 2 പ്ലേയേഴ്സിന് ഒരു ബ്ലാങ്ക് സ്പേസ് ഇട്ട് വെച്ചായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം മുന്നേ അത് ലീക്കായി. പിന്നെ അവർ ഗെയിമിൽ തന്നെ ആഡ് ആക്കുകയാണ് ഉണ്ടായത്. പക്ഷേ നമുക്ക് വെയിൻ റൂണിൻ്റെയും അഗ്വേറിൻ്റെയും ഒരു സ്റ്റാറ്റ്സോ പ്ലേയിങ് സ്റ്റൈലോ ഒന്നും അറിയില്ലായിരുന്നു. സ്റ്റിൽ നമുക്കറിയില്ല, ഈ ഇവൻറ്റ് കഴിഞ്ഞിട്ടും നമുക്കറിയില്ല. അവരത് ഗെയിം ഓപ്പണായി അതിൽ വന്നിട്ട് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ 2 പേരോട് ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു പാക്കും നോക്കുകയാണെങ്കിൽ ഭയങ്കര ആവറേജാണ്. ആകെ വെയിൻ റൂണിയും അതുപോലെ അഗ്വേറ മാത്രം 2 സ്കില്ലൊക്കെ വെച്ച് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല കാർഡ്സ് ആയിരിക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ സർപ്രൈസ് എന്ന് പറയാന്നുള്ളത്, നമുക്ക് ഇന്ന് 13:30 UTC, അതായത് ഇന്ത്യൻ ടൈം നോക്കുമ്പോൾ 7 മണിയാകുമ്പോൾ ഒരു ഫ്രീ ചാൻസ് ഡീൽ കിട്ടുന്നതായിരിക്കും. അതായത് ഇതിൽ ഏതെങ്കിലും റാൻഡം ഒരു എപ്പിക്കിനെ സൈൻ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ കുറച്ച് ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ കോൺടാക്റ്റും ഉണ്ട്. അപ്പോൾ 2 എപ്പിക്സിനെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സൈൻ ചെയ്യാനുള്ള ഒരു അവസരം കൊനാമി തരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യാൻ തോന്നിയല്ലോ. അപ്പോൾ ഇതാണ് ഈ ഒരു പാക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അഗ്വേറിൻ്റെ ബൂസ്റ്റർ വരുന്നത് സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്റ്റ് +3 ആണ്. അതുപോലെ റോണിൻ്റെ വരുന്നത് ഷൂട്ടിംഗ് +3 ആണ്. പ്ലേയിങ് സ്റ്റൈൽ ഇതുവരെ ഒരു റിവീലാക്കിയിട്ടില്ല. അപ്പോൾ അതും കൂടെ ഗെയിമിൽ വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. മിക്കവാറും ഇന്ന് തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ഒരു ചാൻസിൽ കിട്ടുമ്പോൾ ചാൻസ് ഉണ്ടല്ലോ നമുക്ക് പാക്കിനുള്ളിൽ കയറാൻ. അപ്പോൾ അത് നോക്കണം. അപ്പോൾ 7 മണിക്ക് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുക. എന്തായാലും ഞാൻ ഫ്രീ സ്പിന്നും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു ഫ്യൂച്ചറായിട്ട് പറയുന്നതാണ് കസ്റ്റം ടൂർണമെൻറ്റ്, പുതിയ വെർഷൻ വരുമ്പോൾ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഒരു റൂം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കൗട്ട് സ്റ്റേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ടൂർണമെൻറ്റ് ഇൻ ഗെയിമിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അല്ലാണ്ട് ടൂർണമെൻറ്റ്സൊക്കെ കളിക്കാറുണ്ടായിരുന്നു. ബട്ട് ഇത് കുറച്ചുകൂടെ കപ്പും കാര്യങ്ങളൊക്കെ ആനിമേഷനും കാര്യങ്ങളൊക്കെ ആക്കിക്കൊണ്ട് കുറച്ചുകൂടെ പ്രോപ്പർ ഒരു ടൂർണമെൻറ്റ് രീതിയിൽ കൊണ്ടുവരികയാണ് അവർ. നെക്സ്റ്റ് വെർഷൻ 6.0 അപ്ഡേറ്റിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ട്. കുറേ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയും വരാൻ പോകുന്ന ഇവൻറ്റ്സിലൊക്കെ റിവീലാക്കുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ
പുതിയ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഒരു പുതിയ പ്ലേ സ്റ്റൈലാണ്. LBC പോസ്റ്റിംഗ് ഗെയിം നമുക്ക് പറയില്ലേ, അതുപോലെ ഒരു പുതിയ പ്ലേ സ്റ്റൈൽ ഓവർലോഡ് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബോൾ എവിടെയാണുള്ളത് വെച്ചാൽ അവിടേക്ക് പ്ലേയേഴ്സ് അഗ്രസീവായിട്ട് പോകും. അത് പേര് പോലെ തന്നെ ഓവർലോഡായിട്ട് ആ ഒരു പൊസിഷനിലേക്ക് പ്ലേയേഴ്സ് മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് മോഡുണ്ട്, അറ്റാക്കിംഗ് ഉണ്ട്, ഡിഫെൻസീവ് ഉണ്ട്. അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഫോർമേഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യുമ്പോഴും ഒരുപാട് ഫോർമേഷൻസ് 5-3-2 അങ്ങനത്തെ കുറേ ഫോർമേഷനൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഗെയിമിൽ വന്നാലാണ് എനിക്ക് പറഞ്ഞു തരാൻ അറിയാം. അപ്പോൾ അതാണ് ഒരു ഫീച്ചറായിട്ട് ആദ്യമായിട്ട് വലിയ പറയുന്നത്. വേറൊരു പുതിയ ഗെയിം ഫീച്ചർ എന്ന് പറയുമ്പോൾ കുറച്ച് മൂവ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു മിഷൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പുതിയൊരു മൂവ്മെൻറ്റ് പറയുമ്പോൾ ഇതാണ്, നമ്മുടെ മിഡ് വേ എയറിൽ ബോൾ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ബൈസിക്കിൾ അടിക്കാനുള്ള സിറ്റുവേഷൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ സ്റ്റെന്നിങ് ഷോട്ട് കൊടുക്കുകയാണെങ്കിൽ പുതിയൊരു മോഷൻ എന്നുള്ള രീതിക്ക് ഒരു ഗെയിമിൽ ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ റൂണിയുടെ ഒരു കാർഡിൽ ആ സംഭവം അറിയാമല്ലോ, അത് വെച്ചിട്ടാണ് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിക്ക് ഒരു മൂവ്മെൻറ്റ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പുതിയ ഫീച്ചർ, സ്റ്റെന്നിങ് ഷോട്ട് അടിക്കുമ്പോൾ ഒരു പുതിയ മോഷൻ, ഒരു പുതിയ രീതിക്ക് നല്ല രീതി കണ്ണിന് ഇമ്പമേകുന്ന രീതിക്ക് ഉള്ള മോഷൻ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ കണ്ടൊക്കെ എന്താ സംഭവം എന്ന്. അതിൻ്റെ കൂടെ ഡെയിലി ഗെയിമിലൊരു സാധനമുണ്ട്, അതായത് നമ്മൾ എപ്പോഴും പെനാൾട്ടിയാണല്ലോ അടിക്കാറ്, ഇതിൽ കുറച്ചുകൂടെ കേൾ ചെയ്തിടുക, അതുപോലെ അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ മിഷൻസ് കൂടെ ഇൻക്ലൂഡ് ആക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ല കാര്യം എനിക്ക് തോന്നി. എന്നും പെനാൾട്ടി അടിക്കുന്നതിനെക്കാട്ടും നല്ലതാണല്ലോ. അപ്പോൾ നല്ലൊരു കാര്യമാണത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് റിവീൽ ചെയ്ത സാധനമാണ് ബിഗ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ലിവിങ് ലെജൻഡ്സ്. അപ്പോൾ അത് കുറച്ചുകൂടെ നെക്സ്റ്റ് വെർഷൻ ഓഫ് ഈ ഫുട്ബോളിൽ കാർഡ് വരെ എങ്ങനെയാണെന്നുള്ളൊരു ക്ലൂ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അതെന്നാണ് സംഭവം, ക്ലൂ ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാക്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പാക്ക് റിവീൽ ആയത് ഇങ്ങനെയാണ്, ബിഗ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ആണ് ലിവിങ് ലെജൻഡ്സ് ആണ്. അതായത് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലെജൻഡ് പ്ലേയേഴ്സ് അവരുടെതാണ് ഇപ്പോൾ റിവീൽ ആയിട്ടുള്ളത്. 3 പ്ലെയേഴ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു ബിഗ് ടൈം കാർഡ്സൊക്കെ വരാൻ പോകുന്നത്. അതിൽ മെസ്സി ഓൾറെഡി റിവീൽ ആക്കിയിട്ടുണ്ട് അവർ, റൊണാൾഡോ ആയിരിക്കും നെക്സ്റ്റ് ലെജൻഡ്. അപ്പോൾ ഫാമിലി ബൂസ്റ്ററാണ് കേട്ടോ നാഷണാലിറ്റീൻ്റെ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഒരു വരാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ അതാണ് സംഭവം. ഇപ്പോൾ ഷോർട്ട് ടൈം പ്ലേയേഴ്സും ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഷോർട്ട് ടൈം പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ ക്രൊയേഷ്യയിൽ മോഡ്രിച്ച്, നെയ്മർ ബ്രസീലിൽ, കൊളംബിയയിൽ ഹാംസ് റോഡ്രിഗസ്, അതുപോലെ ബെൽജിയം ഡെബ്രൂയിൻ ആയിരിക്കും. അപ്പോൾ ഈ രീതിക്കായിരിക്കും പ്ലേയേഴ്സ് പാക്ക് വരാൻ പോകുന്നത്. അതെന്തായാലും നന്നായി. ഞാൻ ഹാലൻഡിൻ്റെ പൊട്ടിക്കണമെന്ന് വെച്ചൊക്കെയായിരുന്നു, പക്ഷേ ഈ ഒരു പാക്കിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു എനിക്ക്. അതായിരിക്കും നന്നാവുക. അപ്പോൾ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയുക ഗൈസ്. പാക്കും കാര്യങ്ങളും പുതിയ ഫീച്ചറായിട്ട് വരുന്നതും ട്രഷർ ലിങ്കും അതുപോലെ ഈ ഒരു ലെജൻഡ് അൺസ്റ്റോപ്പബിൾ പാക്കും ഇതിനൊക്കെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇതൊക്കെ ഇന്നും നാളെയായിട്ട് അവൈലബിൾ ആവും. ലെജൻഡ് അൺസ്റ്റോപ്പബിൾ ഇന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആയി കിട്ടുന്നതായിരിക്കും. ബാക്കിയുള്ള പാക്കും കാര്യങ്ങളൊക്കെ നാളെ ഗെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും, തിങ്കളാഴ്ച. അപ്പോൾ അത് നല്ലൊരു കാര്യമായിരുന്നു ഈ ഒരു ലാസ്റ്റ് പാക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് പറയുക ഗൈസ്. എന്തായാലും നിങ്ങൾ എൻ്റെ ഫ്രീ സ്പിന്ന് കണ്ടോളി, ആരെ കിട്ടുന്നത് നോക്കാമല്ലോ. അപ്പോൾ ഗൈസ് എന്തായാലും ഫ്രീ സ്പിന്ന് കിട്ടിയിട്ടുണ്ട്. 7 മണി തൊട്ട് 7 വരെ ഞാൻ പിന്നെ പോസ്റ്റ് എടുപ്പിച്ചിട്ടോ, 7 കഴിഞ്ഞിട്ടാണ് ഈ സാധനം കിട്ടിയത്. എന്തായാലും നമുക്ക് പാക്ക് ചെയ്യാൻ മുന്നേ കണ്ടിട്ടുണ്ട്. എന്തായാലും പ്ലേയിങ് സ്റ്റൈൽ ഒന്നുകൂടെ കാണിച്ചു തരാം, ഇത് കളക്ട് ചെയ്യട്ടെ. എത്ര നേരം ഇരുന്ന് പറയാം, ഞാൻ കുറേ പേർക്ക് കിട്ടുന്നുണ്ട്, കമൻറ്റും കാണുന്നുണ്ട് യൂട്യൂബിലൊക്കെ. എനിക്ക് മാത്രം കിട്ടുന്നില്ല, ഞാൻ വീട് ചെയ്യും മുമ്പിച്ചാറിട്ട്. എന്തായാലും പാക്ക് നോക്കണതാ, ഒരു ചാൻസിലെ ബാക്ക് ഉണ്ട്, അതുപോലെ സെലക്ഷൻ കോൺടാക്റ്റ് ഉണ്ട്, അതുപോലെ ട്രഷർ ലിങ്കിൻ്റെ ബാക്കും ഇപ്പോൾ ഗെയിമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പ്ലേയിങ് സ്റ്റൈലാണ് കാണിച്ചത് നിങ്ങൾക്ക്. പറക്കാൻ പറ്റില്ല. റോണിൻ്റെ ഡീപ് പ്ലേയിങ് ഫോർവേഡാണ്. അതുപോലെ സെർജിയോ അഗ്യൂറോ ഗോൾ പോസ്റ്ററാണ്. ഡെഫിനറ്റ്ലി സെർജിയോ അഗ്യൂറോനെ ഞാൻ എടുക്കും. ഇതൊരു ഫ്രീ സ്പിന്നെ ആരെ കിട്ടും നോക്കട്ടെ. എന്തായാലും ടാർഗറ്റ് പറയുന്നത് റൂണി, അഗ്യൂറാണ് മെയിൻ ടാർഗറ്റ്, പിന്നെ റൂണി, പിന്നെ റിയൂസ്. 3 പ്ലേയേഴ്സാണ് പറയുന്നത്. ആരെ കിട്ടി എനിക്ക് യൂസ് ഒന്നുമില്ല. അതായത് കറക്കിയിട്ടുണ്ട്, ആരെ കിട്ടും നോക്കാം. ആരോട് എടാ ബെനാ തോന്നുന്നു, ബെർക്കാമ്പ തോന്നുന്നു. എന്തിനാണ് എനിക്ക് ബെർക്കാമ്പിനൊക്കെ? ഓൾറെഡി എനിക്ക് ഇതൊരു ഹോൾ പ്ലെയർ കാർഡോ ഗെയിം ചേഞ്ചിങ് മാസമൊക്കെ ഉള്ള കിട്ടീന്, യൂസ് ചെയ്യില്ല, സ്പീഡില്ലാത്തതുകൊണ്ട്. ഇനി സ്പീഡില്ലാവുന്നു. റിവ്യൂ ഒക്കെ എന്തായാലും ചെയ്യാം, പക്ഷേ സ്റ്റിൽ എനിക്ക് വേണ്ടായിരുന്നു. ആ 3 കാർഡ്സിൽ ആരായിരുന്നു ഹാപ്പി ആയിരുന്നു ഞാൻ. എന്തായാലും അഗ്യൂറോ ഞാൻ സെലക്ഷൻ കോൺടാക്റ്റ് വഴി എടുക്കും ഗൈസ്. കിട്ടിലും സ്റ്റാർട്സ് പറഞ്ഞാൽ കിട്ടിലും സ്റ്റാർട്സ് അപ്പോൾ കാണിച്ചു കേട്ടോ. EFL ഇപ്പോഴാണ് അപ്ഡേറ്റ് ആയത്, ഇപ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ സ്റ്റാറ്റ്സ് ഉണ്ട്. നിങ്ങൾ 105 റേറ്റിംഗ് ഒക്കെ പോകും കേട്ടോ. നിങ്ങൾ നല്ല മാച്ചസ് എൻ്റെ മാർട്ടിനസിന് കിട്ടാലും 105 ഒക്കെ പോകും പുള്ളി. ബട്ട് എൻ്റെ റൈറ്റ് കാർഡിലാണ് ഇപ്പോൾ മെയിനായിട്ട് കളിപ്പിക്കുന്നത്. അപ്പോൾ ഇതെന്നെ നോക്കുകയാണ് നോക്ക്. 96 ഫിനിഷിങ് 85 വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്പീഡ്, ആക്സിലേഷൻ, കിക്കിമാർക്ക് 92, ബാലൻസ് 90 ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാറ്റ്സ് വരുന്നത്.
രക്ഷയില്ല, അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ബെർക്കാമ്പാണ് കിട്ടിയത്. എന്തായാലും ട്രെയിൻ ചെയ്തിട്ട് വരുന്ന ദിവസം റിവ്യൂ ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ് താഴത്ത്. ഇത്രയൊക്കെ നല്ല വീഡിയോ ഗൈസ്. ബൈ.